നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു ആത്മധൈര്യമാണ് ജോയൻ ഗാർഷ്യ കാഴ്ചവെച്ചിരിക്കുന്നത്. തൻ്റെ മുൻ ക്ലബിനെതിരെ, തൻ്റെ മുൻ ക്ലബിൻ്റെ മൈതാനത്തുള്ള ആദ്യ കളി വല്ലാത്തൊരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നിർത്താതെയുള്ള കൂവൽ മാത്രമല്ല, തൂവാല ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിലെന്താണെന്നറിയോ? എലിയാണ്. എലിയെ പതിച്ചിരിക്കുന്നു, അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ബാഴ്സയുടെ കളറിൽ. ജോയൻ ഗാർഷ്യയെ ആ രൂപത്തിൽ അവർ അപമാനിക്കുന്നു. എന്നിട്ടും അവൻ ഒരു ഇഞ്ച് കുലുങ്ങിയില്ല. വളരെ കാമായിട്ട് കളിക്കളത്തിൽ നിന്നു. തൻ്റെ മുൻ ക്ലബിൻ്റെ താരങ്ങളുടെ ഷോട്ടുകൾ ഓരോന്നായി അവൻ തടഞ്ഞിട്ടു. അതിലൊരു ക്രോസിൽ നിന്ന് വന്ന ഹെഡർ അതിമനോഹരമായിട്ട് തടഞ്ഞിട്ടുണ്ട്. പല സേവുകളും നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന തരത്തിലാണ്. അതോടൊപ്പം തന്നെ സ്വന്തം സഹതാരത്തെ, അതായത് എതിരാളിയുടെ ഷോട്ട് വരും എന്ന് കണ്ടിട്ട് ആ ബോൾ ബ്ലോക്ക് ചെയ്യാൻ തൻ്റെ സഹതാരത്തിന് ആവില്ല എന്ന് കണ്ടപ്പോൾ ആ ബോളിലേക്ക് അവനെ അങ്ങനെ തള്ളിയിടുകയാണ്, ഉന്തി വിടുകയാണ്. എന്ന് പറഞ്ഞാൽ ജെറാർഡ് മാർട്ടിനെ ഉന്തിവിട്ട് എതിർ ടീമിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്ത ആ ഒരു ഐക്യു ഉണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഈ കാറ്റലൻ ഡെർബിയുടെ താരം, അത് ഒരു സംശയവും വേണ്ട, ജോയൻ ഗാർഷ്യ തന്നെയാണ്. അവൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്കൊന്ന് പോയാൽ 6 സേവുകളാണ് അവൻ നടത്തിയത്. 6 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. 1.73 ഗോൾസ് ആണ് അവൻ പ്രിവെന്റ് ചെയ്തത്. 2 റൺഔട്ടുകൾ നടത്തിയ ആ റൺസ് ഔട്ടുകൾ രണ്ടും സക്സസ്ഫുൾ ആയിരുന്നു. ഒരു പഞ്ച്, 27 പാസുകൾ കൊടുത്തതിൽ 24 ആക്യുറേറ്റ്. തീർച്ചയായിട്ടും സ്വന്തം കാണികളായിരുന്നു ഒരു കാലത്ത് അവർ തന്നെ വളരെ ഹൊസ്റ്റൈലായിട്ടാണ് വെൽക്കം ചെയ്തത്. പക്ഷേ ആ എക്സ്ട്രീംലി ഹൊസ്റ്റൈൽ എൻവയോൺമെന്റിൽ ജോയൻ ഗാർഷ്യ ഒരു ആബ്സല്യൂട്ട് വേൾഡ് ക്ലാസ് പെർഫോമൻസ് അങ്ങ് പുറത്തെടുത്തു. അതിൻ്റെ ഫലമാണ് ബാഴ്സലോണയുടെ വിജയം. അതാണ് കളി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. ഈ ഒരു 3 പോയിന്റ് ഞങ്ങൾ ഡിസേർവ് ചെയ്താണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഗാർഷ്യയുടെ പ്രകടനമുണ്ടല്ലോ, അത് വളരെ മികച്ചതാണ്. അത് തന്നെയാണ് ഈ പോയിന്റുകളുടെ നിധാനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീഡിയോ എത്താം.